നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു സീരിയൽ നടൻ കോട്ടയത്ത് അടിച്ച് പൂക്കുറ്റിയായിട്ട് ഒരു വഴിയാത്രക്കാരനെ ഇടിച്ചിട്ട് സ്കൂട്ടറെ വന്ന്. അയാളുടെ അവസ്ഥ കാണുമ്പോഴേ നമുക്കറിയാം ലെവലേശം വെളിവില്ലാതെ വന്ന് ചെയ്തതാണെന്ന്. ഒരു വെള്ളവടിക്കാരനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുകയല്ല, പക്ഷെ ബോധമില്ലാതെ വന്ന് അവൻ്റെ അവസ്ഥ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷെ ബോധമുണ്ടെന്ന് വിചാരിച്ച്, അതായത് ബോധം അഭിനയിക്കുന്ന കുറേ ആൾക്കാർ അവിടെ ചെയ്തു കൂട്ടിയ കോപ്രായങ്ങൾ, അതാണ് നമുക്കിപ്പോൾ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. ആൾക്കൂട്ട കൊലപാതകം മധുവിനെ നമ്മൾ മറന്നിട്ടില്ല. ഒരു ഛത്തീസ്ഗഡുകാരനെ കഴിഞ്ഞ ദിവസം തല്ലിക്കൊന്നത് അതിൽ സ്ത്രീകൾ വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ശരിക്കും ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലാൻ, അത് നമ്മളെ ഇത്രയും പ്രബുദ്ധ കേരളത്തിൽ നമ്മുടെ പ്രബുദ്ധരായ മലയാളികൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ സത്യത്തിൽ എന്തൊരു ലജ്ജയാണ് നമുക്കുണ്ടാവുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. മറ്റ് ഏതെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിൽ ഇപ്പോൾ ഇവിടെ സാമൂഹിക നായകന്മാരുടെ വിരകിച്ചായിരുന്നേനെ അല്ലേ. കേരളത്തിലായതുകൊണ്ട് ആർക്കും ഒരു മിണ്ടാട്ടവുമില്ല. മധു മരിച്ചപ്പോഴുള്ള ഒരനക്കവും പോലും ഇപ്പോൾ ഈ ഛത്തീസ്ഗഡുകാരനെ തല്ലിക്കൊന്നപ്പോൾ കാണുന്നില്ലെന്നാണ് സത്യത്തിൽ വിഷമം തോന്നുന്ന കാര്യം. എന്തൊരു കഷ്ടമാണെന്ന് ഓർത്തു നോക്കി. ഒരു മനുഷ്യനെ പച്ചയ്ക്ക് തല്ലിക്കൊല്ലുന്നു, അത് സ്ത്രീകൾ ഉൾപ്പെട്ട സംഘം. മോഷണക്കുറ്റം. ഈ നാട്ടിലെ പോലീസ് സംവിധാനങ്ങളൊക്കെ എന്തിനാണ് ഇരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഒരാൾക്ക് പോലും പോലീസിനെ ഏൽപ്പിക്കാമെന്നോ അല്ലെ പോലീസിനെ വിളിക്കാമെന്നോ പോലും 100 വിളിച്ചാൽ പോലീസ് എത്തും? അത്രയും പോലും ബോധമില്ലാത്ത മനുഷ്യരാണോ നമ്മുടെ നാട്ടിലുള്ളതെന്ന് നമ്മൾ ആലോചിച്ച് പോകും. അതിൽ എന്തൊക്കെയാണ് ഒരു അരാജകത്വം നിറഞ്ഞ രീതിയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ആരെ എന്ത് ചെയ്താലും ഒരു കുഴപ്പവും ഇല്ലാന്ന രീതിയിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ എന്തൊരു ഭീകരമായ അന്തരീക്ഷമാണെന്ന് ഓർത്തു നോക്കി. ഒരു മനുഷ്യൻ കുടിച്ചതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യുകയല്ല. ഒരാൾ കുടിക്കുന്നത് ഗവൺമെൻറ് അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടാണ് കുടിക്കുന്നതെന്ന് കൂടെ ഓർക്കണം. അങ്ങനെ കുടിച്ച ഒരാൾ, ലെവലില്ലാത്ത ഒരാൾ വന്നൊരാളെ ഇടിച്ചതും തെറ്റ് തന്നെയാണ്, അതിനെ തെറ്റല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അപ്പം തന്നെ അവർക്ക് 100 പോലീസ്, എല്ലായിടത്തും പെട്രോളിങ്ങും ഒക്കെയുള്ള 100 വിളിച്ചാൽ അപ്പോൾ തന്നെ പോലീസ് അവിടെ എത്തും. അവർക്ക് കൈമാറേണ്ടതിന് പകരം എന്തിനാണ് ഇവരെ ഇടിച്ച് അമ്മന്തിയാക്കുന്നത്? അയാളുടെ കഴുത്തെ പിടിച്ച് ഞെക്കുന്നു, കഴുത്തിന് ഞെരിക്കുന്നു, എന്തെല്ലാമാണ് കാണിക്കുന്നത്. ഒരു മനുഷ്യൻ എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിൽ എന്നൊന്നും ഒരു നിമിഷം പോലും ഇവർ ചിന്തിക്കുന്നില്ലെങ്കിൽ അവരെയൊക്കെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അവരൊന്നും ഈ പറഞ്ഞ പോലെ ഒരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം അടിക്കാതെ നിന്നിട്ടല്ല ഇത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇതിനൊക്കെ ഒരു മറുപടി ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇവർ ഈ പിടിച്ചു കൊടുത്തവരെ എടുക്കേണ്ടത് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക.